ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ലോറ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റിക്കറാണ്. അത് നല്ല ഈസിയാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 2 പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം വൈറ്റും ഒരെണ്ണം ബ്രൗൺ കളർ പേപ്പറാണ്. ഈ വൈറ്റ് കളർ പേപ്പർ ഞാൻ ഈ ബ്രൗൺ കളർ പേപ്പറിലേക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ബ്രൗൺ കളർ പേപ്പർ വൈറ്റിൻ്റെ കാലും ഇച്ചിരിയുടെ വലുതായിരിക്കണം. ഇതിനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ലൈഫ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്. ആദ്യം ഞാൻ പെൻസിൽ വെച്ചാണ് എഴുതുന്നത്. അതിൻ്റെ മണ്ടയിൽ കൂടെ ഞാൻ സ്കെച്ച് പെൻ വെച്ചിട്ടാണ് എഴുതുന്നത്. ബ്രൗൺ കളറാണ് യൂസ് ചെയ്യുന്നത്, ബ്രൗൺ സ്കെച്ച് പെന്. ഇനി ബ്രൗൺ കളറിൻ്റെ മണ്ടയിൽ കൂടെ ഞാൻ ബ്ലാക്ക് കളർ മാർക്കർ പെൻ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ലീവ്സ് വെച്ചെടുക്കുന്നുണ്ട്. അതും ബ്രൗൺ കളർ സ്കെച്ച് പെൻ വെച്ചിട്ടാണ്. ബ്ലാക്ക് കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ 5 ഡിസൈൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇനി അടുത്തതിന് വേണ്ടി ഞാനൊരു ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രൗൺ കളർ വെച്ചിട്ട്. ഇനി ഇത് ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാർക്കർ പെന്ന് യൂസ് ചെയ്യുന്നുണ്ട്. മാർക്കർ പെൻ അല്ലെങ്കിൽ ജെൽ പെൻ ആയാലും യൂസ് ചെയ്താൽ മതി. ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്തൊരു വേർഡ് എഴുതി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ച് വെക്കാം. ഇനി ഇത് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ ഈ ബ്രൗൺ പേപ്പറിലേക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഒട്ടിക്കാൻ വേണ്ടി ഫെവിസ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഫെവിക്കോൾ, ഫെവിബോണ്ട് എന്നതാണ് ഇതിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഇച്ചിരി ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പേപ്പർ വേണം. ഈ പേപ്പർ നമ്മൾ കടയിൽ നിന്ന് സ്റ്റിക്കർ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലുള്ള പേപ്പറാണ്. അതില്ലെങ്കിൽ ഇതുപോലത്തെ ഇത് തന്നെ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് വേണ്ട ട്രാൻസ്പെറൻറ്റ് ടേപ്പാണ്. ഇനി നമുക്ക് ഈ ടേപ്പ് ഈ പേപ്പറിൻ്റെ മണ്ടയിൽ കൂടെ ഒട്ടിച്ചെടുക്കാം. ഈ ഫെബ്രിസ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ഈ പേപ്പർ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഞാൻ ഇത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മണ്ടയിലും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം.
ഇപ്പം ഞാൻ ഫുള്ളും ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആക്കി മുറിച്ചെടുക്കാം. ഇനി നമുക്കിത് ഒന്ന് സർക്കിൾ ഷേപ്പിൽ മുറിച്ചെടുക്കാം. നമ്മൾ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കണം മുറിച്ചെടുക്കാൻ വേണ്ടി. ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളും മുറിച്ചെടുക്കാം. ഞാൻ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ നേരം ഇതുപോലെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞാനിത് ഊരിയിട്ട് വേറൊരു പേപ്പറിലേക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫുള്ളും ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് ഈ ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. ഇതാണ് ഈ സ്റ്റിക്കറിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് നല്ല ഈസിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്